Hi learners. So, last class നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു SEOന്റെ 10 ടിപ്സ് ആൻഡ് ട്രിക്സ് 2026 വർക്ക് ചെയ്യുന്ന നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആൻഡ് മേജറായിട്ട് വെബ്സൈറ്റ് അല്ലാണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നുള്ളത്. ആൻഡ് ഒരുപാട് എൻക്വയറീസും അവിടെ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എങ്ങനെ ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നമുക്ക് ഹൈ പൊസിഷനിൽ റാങ്ക് ചെയ്യുക എന്നുള്ളത്. ആൻഡ് അതെന്തെങ്കിലും സിമ്പിൾ വേ ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിനെ ടോപ്പ് പൊസിഷനിലേക്ക് റാങ്ക് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു GBP പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് റാങ്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത്. സോ നമ്മളൊരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിൻ്റെ നെയിമിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പ്രൊഫൈലിൻ്റെ ആ ഒരു കമ്പനീൻ്റെ നെയിമിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് ആ ഒരു കീവേഡും കൂടി അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മാപ്പിലെ ലിസ്റ്റിംഗ് ആണിത്. ആ മാപ്പിലെ ലിസ്റ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കീവേഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ കീവേഡ്സ് ആഡ് ചെയ്യുന്നത് ഗൂഗിളിന് റാങ്കിങ് ഫാക്ടറായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഈ കീവേഡ്സ് ആഡ് ചെയ്യുന്ന ബിസിനസ് പ്രൊഫൈലുകൾ ബാക്കിയുള്ള ബിസിനസ്സുകളായിട്ട് മുകളിൽ റാങ്ക് ചെയ്യുന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. സോ ഈ കീവേഡ്സ് ആഡ് ചെയ്യുന്നത് ഒരു റാങ്കിങ് ഫാക്ടറായിട്ട് ഇപ്പം വരുന്നുണ്ട് എന്നുള്ളതാണ്. ചില കേസിൽ നമ്മൾ ഡോക്യുമെന്റേഷനിലെ നെയിം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കീവേഡ്സ് ആഡ് ചെയ്യുന്നതും ഒരു റാങ്കിങ് ഫാക്ടറാണ്. ഇനി നമ്മൾ അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ കാണാൻ പറ്റും CD അക്കാഡമി ട്രെയിനിങ് സെന്റർ ഇൻ കോഴിക്കോട് എന്നുള്ളത്. അതായത് കാറ്റഗറി കൊടുക്കുന്ന സമയത്ത് കാറ്റഗറിയിൽ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ താഴത്തെ ട്രെയിനിങ് സെന്റർ ഇൻ കോഴിക്കോട് എന്ന് പറഞ്ഞ് വരുന്നത്. ഇപ്പൊ ഇത് ട്രെയിനിങ് സെന്റർ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇനി ഒരുപാട് കാറ്റഗറീസ് കൊടുക്കാൻ പറ്റും. അവിടെ അക്കാഡമി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കൺസൾട്ടൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്രൈമറി കാറ്റഗറി ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു കാറ്റഗറി തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതായിരിക്കും കാണിച്ചു തരുന്നുണ്ടാവുക. ആൻഡ് സെപ്പറേറ്റ് നമുക്ക് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പൊസിഷനിലൊക്കെ താഴെ എന്ത് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട് വരുന്ന കണക്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസും കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടാമത്തെ ഒരു റാങ്കിങ് ഫാക്ടർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ കാറ്റഗറീസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ഈ GBP പ്രൊഫൈലിൽ മാക്സിമം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയോ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകൾ ആഡ് ചെയ്യുക എന്നുള്ളത്. ഇത് യൂസർ എക്സ്പീരിയൻസ് കൂട്ടാനും കൂടുതൽ നമ്മുടെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇമേജസ് കൂടുതൽ ആഡ് ചെയ്യുന്നതും മൂന്നാമത്തെ ഒരു റാങ്കിങ് ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷൻ മാക്സിമം കണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ഇതാണ് നമ്മളെ മെയിൻ കണ്ടന്റ് വരുന്നത്. ഈ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത പോലെ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അക്കാഡമി ഇൻ ഏജൻസി, അക്കാഡമി ആൻഡ് കാലിക്കറ്റ് ഇൻ കോഴ്സസ് ഇൻ കാലിക്കറ്റ്, അക്കാഡമി ഇൻ കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ്. സോ നമുക്ക് കീവേഡ്സ് ആഡ് ചെയ്യുന്നത് ഒരു ഫാക്ടറാണ്. സോ അത് നമുക്കൊരു ഫോർത്ത് ഫാക്ടറായിട്ട് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, നല്ല രീതിയിൽ കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മേജർ ഫാക്ടർ എന്താണ് എന്നുള്ളത്. എപ്പോഴും ഗൂഗിൾ നോക്കുന്ന മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂസ് തന്നെയാണ്. സോ റിവ്യൂസിനകത്ത് മാക്സിമം ഈ 5 സ്റ്റാർ റിവ്യൂസ് മാത്രം വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ റൈറ്റ് കസ്റ്റമറിനെ കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂസ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും, അത്രയും നല്ലതായിരിക്കും. അതായത് നിങ്ങളെ റൈറ്റ് ഓഡിയൻസ്, നിങ്ങളെ പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള, സർവീസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യിപ്പിക്കാം, റിവ്യൂസ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, സർ റിവ്യൂഡ് എന്ന് പറഞ്ഞിട്ട് QR കോഡൊക്കെ കാണിച്ചു തരുന്നത്. ഇതുപോലത്തെ QR കോഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് റിവ്യൂ ഇടുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ ആ ഒരു ബിസിനസിന്റെ ഓണർ ചെയ്യുന്നുണ്ടാവുക, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഒരു ടാസ്ക് കൊടുക്കും.
മന്ത്ലി ഏറ്റവും കൂടുതൽ റിവ്യൂ കളക്ട് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു ബോണസ് എന്ന രീതി കൊടുക്കും. ആ ബിസിനസ് മാനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് റിവ്യൂ അവിടെ കളക്ട് ആവുന്നുണ്ട്. അതൊക്കെ അയാളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരാൾക്ക് മാത്രം എന്ത് കൊടുത്താൽ മതി? ബോണസ് കൊടുത്താൽ മതി. അയാൾക്ക് അവിടെ കിട്ടുന്നത് ഇരട്ടി ലാഭമാണ്. സോ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം എംപ്ലോയീസിനെ കൊണ്ടും മാക്സിമം ആളുകളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യിപ്പിക്കുക? കസ്റ്റമേഴ്സിനെ കൊണ്ട് പോസിറ്റീവ് റിവ്യൂ ഇടിപ്പിക്കുക. 5 സ്റ്റാർ ആൻഡ് ഇമേജുകൾ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള റിവ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് റാങ്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടർ ആണെന്നുള്ളത് ഉറപ്പിച്ച് പറയാം. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു പോസ്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ് പ്രൊഫൈലുകളിലും നമ്മുടെ പുതിയ ന്യൂസുകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതും നിങ്ങളെ റാങ്കിങ്ങിനെ എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു മേജർ ഫാക്ടർ ആയിരിക്കും. ആൻഡ് ഫൈനലി പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകളും ചെയ്തു വരാത്തൊരു കാര്യമാണ് ബാക്ക് ലിങ്ക്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വെബ്സൈറ്റിന് മാത്രം ബാക്ക് ലിങ്ക്സ് പോരെ എന്നുള്ളത്. സോ വെബ്സൈറ്റിന് മാത്രം ബാക്ക് ലിങ്ക്സ് പോരാ, നമുക്ക് ഇതിലേക്കും എന്ത് ചെയ്യാം? ബാക്ക് ലിങ്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ബാക്ക് ലിങ്ക്സ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ലിസ്റ്റിംഗ് ഉള്ള ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും. ഈ ജസ്റ്റ് ഡയൽ പോലത്തെ, ഇന്ത്യ മാർട്ട് പോലത്തെ ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും. നമ്മുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ സൈറ്റുകളിൽ നമ്മുടെ മാപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പറ്റുമോ അത്രയും പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അവിടെ നിന്നൊക്കെ നമ്മുടെ മാപ്പിലേക്ക് ലിങ്കിങ് കൊടുക്കുക. ഇത് ബാക്ക് ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യും. ഇത് നമ്മുടെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മളിതിനെ സൈറ്റേഷൻസ് എന്ന് പറയും. സൈറ്റേഷൻസ്. സോ ഈ സൈറ്റേഷൻസും റാങ്കിങ്ങിന് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നിയർ മീ കീവേഡുകളിൽ പോലും ഗൂഗിള് ആക്ച്വലി നോക്കുന്നത് ഡിസ്റ്റൻസ് ആദ്യം നോക്കുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആദ്യം നോക്കുക എൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഏതാണെന്നാണ്. രണ്ടാമത് നോക്കുന്നുണ്ടാവുക ഈ ഡിസ്റ്റൻസ് നോക്കിയതിന് ശേഷം അതിൽ ഈ റിവ്യൂസിൻ്റെ അകത്ത് നല്ല ബെസ്റ്റ് റിവ്യൂ വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കും. റെസ്റ്റോറൻറ്റ്സിൻ്റെ കേസിൽ ഈ ടേസ്റ്റി, ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി വലിയ ഡിസ്റ്റൻസും ഇല്ല, ഈ നല്ല റിവ്യൂസ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കുറച്ച് കൂടിയ റെസ്റ്റോറൻറ്റിലാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റിനെക്കാട്ടും കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും നല്ല റിവ്യൂസ് ഉള്ള, പോസിറ്റീവ് റിവ്യൂസ് ഉള്ള ആ റെസ്റ്റോറൻറ്റിനെ ആയിരിക്കും ഗൂഗിൾ നമുക്ക് കാണിച്ചിരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കേസ് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവ്യൂസിന് വലിയൊരു കാര്യം അല്ലെങ്കിൽ വലിയൊരു മെയിൻ ആയിട്ടുള്ള ട്രസ്റ്റ് ഗൂഗിൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നെയിമിൻ്റെ കേസ് കൊടുക്കാവുന്നതാണ്. കാറ്റഗറീൻ്റെ കേസിൽ പറയാം. ദെൻ ഇമേജുകൾ, ദെൻ പോസ്റ്റുകൾ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക് ലിങ്ക്സ് ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊഫൈലും ഹൈ പൊസിഷനിൽ നിയർ മീ കീവേഡ്സുകളിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കീവേഡ്സുകളിലും എന്ത് ചെയ്യുന്നുണ്ടാവും? റാങ്ക് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളുടെ കോമ്പറ്റീറ്ററിനെക്കാട്ടും താഴത്താണ് ഇപ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒപ്റ്റിമൈസേഷൻസ് വേഗം പോയി ചെയ്ത് നോക്കിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ നമുക്ക് ടോപ്പ് പൊസിഷനിൽ എത്തിച്ചിട്ട് ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം. നമുക്കറിയാം ലീഡ് ജനറേറ്റിംഗ് മെഷീൻ ആണ് ഈ ബിസിനസ് പ്രൊഫൈൽ എന്നുള്ളത്. ഓക്കെ, സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സീരിയയുടെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.